ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലോട്ട് ട്രെയിനിൽ ബൈക്ക് പാസിലയക്കുന്ന ഒരു വീഡിയോ ആണിത്. ബാംഗ്ലൂർ SMB റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പാലക്കാടിലോട്ട് അയക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു പാലക്കാടിലോട്ട് അയക്കാൻ പറ്റില്ല, അവിടെ അൺലോഡ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് അത്ര. പിന്നെ ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻസ് അയക്കാൻ പറ്റുന്നത് കോയമ്പത്തൂരും എറണാകുളമാണ്. അതെനിക്ക് ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. അവിടെയാണെങ്കിൽ വേറൊരു പ്രശ്നം, ഇന്ന് എന്നെ അയക്കാൻ പറ്റില്ല അത്ര, 1-2 ദിവസം എടുക്കും. കാരണം ആൾറെഡി ഒരുപാട് ബൈക്ക് അവിടെ പെൻഡിങ് ആണ് അയക്കാനായിട്ട്. അപ്പോൾ 1-2 ദിവസം എടുക്കുന്ന പറഞ്ഞു. ഞാനും വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ തന്നെ അയക്കാൻ തീരുമാനിച്ചു. അവിടുത്തെ ഓഫീസറിൻ്റെ നിന്ന് ഫോമും വാങ്ങി പുറത്ത് വന്ന് അവിടെ പുറത്തുള്ള പ്രൈവറ്റ് ഓഫീസിൽ പോയിട്ട് ബൈക്കിൽ പെട്രോൾ എംറ്റി ആക്കി പ്ലാസ്റ്റിക് ചാക്കും ബബിൾ റാപ്പൊക്കെ കൊണ്ട് അവിടുത്തെ സ്റ്റാഫ് അത് കവർ ചെയ്തു. ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബില്ല് ചെയ്യണം. ബില്ല് ചെയ്ത് അവർ ചാർജ് ചെയ്തത് 590 റുപ്പീസാണ്. ബൈക്കൊക്കെ കവർ ചെയ്ത ശേഷം നേരെ സ്റ്റേഷനിലകത്തോട്ട് കൊണ്ടുപോയി അവിടെയുള്ള ഓഫീസർ വന്നത് ചെക്ക് ചെയ്ത് സൈൻ വാങ്ങി. ബൈക്കിൻ്റെ ഒറിജിനൽ RCയും ID കാർഡിൻ്റെ കോപ്പിയും വേണം. അതേപോലെ RCയുടെ ഒരു കോപ്പിയും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ പേയ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ ഒരു SMS നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഈ ബൈക്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു QR കോഡുള്ളൊരു സ്റ്റിക്കറും നമുക്കുള്ള റെസീപ്റ്റിൻ്റെ കോപ്പിയും തരും. ഈ റെസീപ്റ്റ് കൊണ്ട് വേണം ബൈക്ക് റിസീവ് ചെയ്യാൻ. അവിടെ ബില്ലായത് 455 രൂപയാണ്. അന്ന് നൈറ്റ് തന്നെ ഞാൻ ട്രെയിൻ കയറി നാട്ടിലോട്ട് വന്നു. അങ്ങനെ 2 ഡേയ്സ് കഴിഞ്ഞ് എനിക്ക് മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നു, ഒരു 5:18 ആ പാക്കേജ് അൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാനപ്പോൾ അങ്ങനെ ബൈക്ക് റിസീവ് ചെയ്യാൻ പോവുകയാണ്. 11 കാലമായി ഞാൻ സ്റ്റേഷനിൽ എത്താൻ. പോകുമ്പോൾ ഞാൻ ഹെൽമെറ്റും ഒരു ബോട്ടിൽ പെട്രോളും അതുപോലെ ID കാർഡിൻ്റെ കോപ്പി എടുത്തു. ഈ സ്റ്റേഷനിൽ 6 മണിക്കൂർ വരെയാണ് ഫ്രീ ആയിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുക. അത് കഴിഞ്ഞാൽ 1 മണിക്കൂറിന് ഇവർ ഫൈൻ ചാർജ് ചെയ്യും. എനിക്കൊരു 15 രൂപ കൊടുക്കേണ്ടി വന്നു. അത് പേ ചെയ്ത ശേഷം ഇങ്ങനെ ഒരു റെസീപ്റ്റ് തരും നമുക്ക്. അത് കഴിഞ്ഞപ്പോൾ സ്റ്റേഷനിൽ ബൈക്ക് എടുക്കാൻ പോവാണ്. പ്ലാറ്റ്ഫോമിൽ ബൈക്ക് ആൾറെഡി ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചേട്ടനാണ് നമുക്ക് ബൈക്ക് പുറത്തെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇവിടെയുള്ള ലോഡിങ് ചേട്ടനാണ്. ഇവർ തന്നെയാണ് ബൈക്ക് ലോഡ് ചെയ്യുന്നതും അൺലോഡ് ചെയ്യുന്നതൊക്കെ. ബൈക്ക് ഓവറോൾ ഓക്കെയാണ്, പ്രോബ്ലങ്ങളോ ഡാമേജുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളാരെങ്കിലും ട്രെയിൻ വഴി ബൈക്ക് അയക്കുകയാണെങ്കിൽ ഇതാണ് പ്രോസസ്സ്. വലിയ പ്രോബ്ലങ്ങളൊന്നുമില്ല, സേഫായിട്ട് അയക്കാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ബൈക്കിനും സെൻട്രൽ സ്റ്റാൻഡ് വേണം. നമ്മൾ പാലക്കാട് നിന്ന് അയക്കുമ്പോൾ അത് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് അങ്ങനെയൊന്നും ചോദിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ പാലക്കാട് നിന്ന് അയച്ച സമയത്ത് ഞാനിതിൽ സെൻട്രൽ സ്റ്റാൻഡ് ഫിക്സ് ചെയ്തിട്ടാണ് അയച്ചത്. ഇപ്പോൾ പല വണ്ടികളിലും ബൈ ഡീഫോൾട്ട് സെൻട്രൽ സ്റ്റാൻഡ് വരാറില്ല. എൻ്റെ വണ്ടിയിലും ഉണ്ടായിരുന്നില്ല. ഞാൻ സെൻട്രൽ സ്റ്റാൻഡ് വച്ച ശേഷമാണ് എനിക്ക് ഈ പാലക്കാട് നിന്ന് ബാംഗ്ലൂരിലോട്ട് അയക്കാൻ പറ്റിയത്. ഈ റാപ്പൊക്കെ അയച്ചതിന് ശേഷം ആ ചേട്ടൻ ഞാൻ ടിപ്പ് എന്ന നിലയ്ക്ക് ഒരു 50 രൂപ കൊടുത്തു. എൻ്റെ അതാണ് ചേഞ്ച് ഉണ്ടായിരുന്നത്. അവരത് എക്സ്പെക്റ്റ് ചെയ്യും. ഒരു 50 രൂപ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പിയാവും. നിങ്ങളുടെ ഓപ്ഷനാണ്, നിങ്ങളുടെ താല്പര്യമാണ്. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഇത് ഉപകാരമാണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.